ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഹിന്ദിയിലെ 11ാമത്തെ പാഠഭാഗമായ രാജാവർ വിദ്രോഹി എന്നു പേരായ നാടകത്തിൻ്റെ ആക്ടിവിറ്റീസാണ്. അതായത് യൂണിറ്റ് 5ലുള്ള 1ാമത്തെ പാഠഭാഗം, അതിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് ശ്രദ്ധിക്കാം. സംബന്ധ് പഹചാനെ അവർ മിലാൻ കർക്കെ ലിഖെ. സംബന്ധ് പഹചാനെ ബന്ധം തിരിച്ചറിയണം, മിലാൻ കർക്കെ ലിഖെ ചേരുംപടി ചേർക്കണം. അപ്പം നമുക്ക് നോക്കാം, കമ്പയർ ചെയ്യണം. ക്യാ കഹ, കിസ്നെ കഹ, ഇസ്സെ ക്യാ സമച്ച. 3 ഭാഗമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ക്യാ കഹ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്, അത് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞത് ആര് പറഞ്ഞു, ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി, അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ക്യാ കഹ എന്ത് പറഞ്ഞു, കിസ്നെ കഹ ആരാണിത് പറഞ്ഞത്, ഇസ്സെ ക്യാ സമച്ച ഈ പറഞ്ഞതിൽ നിന്ന് എന്താണ് മനസ്സിലായത്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മളിത് ശരിയാക്കണം. ടെക്സ്റ്റിൽ കൊടുത്തത് എങ്ങനെയാ നോക്കാം. ഫസ്റ്റിൽ രാജാ കി ഇച്ഛാക്കെ സാമനെ ഹമേം സിർ ചുക്കാനാ ഹി പടേഗ. രാജാ കി ഇച്ഛാക്കെ സാമനെ, രാജാവിൻ്റെ ആഗ്രഹത്തിൻ്റെ മുന്നിൽ, ഹമേ നമ്മൾക്ക് സിർ ചുക്കാനാഹി പടേക തല കുനിക്കേണ്ടതായിട്ട് വരും. ഇതാണ് ഫസ്റ്റ് ക്യാ കഹ എന്നതിൻ്റെ താഴെയുള്ളത്. അതിൻ്റെ നേരെ ടെക്സ്റ്റിൽ ഹേം എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇസ്സെ ക്യാ സമച്ച, ഇതിൽ നിന്നും എന്താണ് മനസ്സിലായി എന്നതിന് നേരെ കൊടുത്തിട്ടുള്ളത് ന്യായ് ദിലാനേമേം അസമർത്ഥ വ്യവസ്ഥക്കോ ചുനൗത്തി. ന്യായ് ദിലാനേമേം എന്ന് പറഞ്ഞാൽ നീതി ലഭ്യമാക്കാൻ കഴിവില്ലാതെ, നീതി ലഭ്യമാക്കാൻ കഴിവില്ലാതെ. അസമർത്ഥ വ്യവസ്ഥക്ക ചുനൗത്തി, അതായത് സംവിധായകൻ്റെ വെല്ലുവിളി, അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സംവിധായകൻ്റെ വെല്ലുവിളി, ചുനൗത്തി എന്ന് പറഞ്ഞാൽ വെല്ലുവിളി. നീതി ലഭ്യമാക്കാൻ കഴിവില്ലാതെ സംവിധായകൻ്റെ ചുനൗത്തി, വെല്ലുവിളി, അതാണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ലഡായി കെ ആനന്ദ് അവർ ഉല്ലാസെ തും ലോക മുझे അലഗ് കർണ ചാത്തേ ഹോ. ലഡായി കെ ആനന്ദ് യുദ്ധത്തിൻ്റെ ആനന്ദവും, അവർ ഉല്ലാസത്തിൽ നിന്നും, തും ലോക് നിങ്ങൾ ജനങ്ങൾ ആളുകൾ, മുझे എന്നെ, അലഗ് കർണ ചാത്തേ ഹോ വ്യത്യാസം എന്നെ വേർപ്പെടുത്താനാണോ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ നേരെ ടെക്സ്റ്റിൽ കൊടുത്തത് സേനാപതി. ആരാ പറഞ്ഞത്, സേനാപതിയാണ് പറഞ്ഞത്. അടുത്തത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് യുദ്ധമേം ബി ആനന്ദ് ക അനുഭവ് കർണേവാല ശാസകമൻ. യുദ്ധത്തിൽ പോലും ആനന്ദ് ക അനുഭവ് കർണേവാല, ആനന്ദത്തിൻ്റെ അല്ലെങ്കിൽ സന്തോഷം അനുഭവിക്കുന്നതായിട്ടുള്ള ശാസകമൻ, ഭരണാധികാരി, അതാണ് അതിൻ്റെ നേരെ കൊടുത്തിട്ടുള്ളത് ടെക്സ്റ്റിൽ. അടുത്തത് അഗർ ആപ്പ് ന്യായാധീഷ് കാ കർത്തവ്യ പാലൻ നഹീം കർ സക്തേ തോ. അഗർ എന്നാൽ ഒരു പക്ഷേ ആപ്പ് താങ്കൾ, ന്യായാധീഷ് ജഡ്ജിയുടെ കർത്തവ്യം പാലൻ നഹീം കർ സക്തേ തോ പാലിച്ചിട്ടില്ല എങ്കിൽ, ഫിർ ആപ്ക കോയി ഫൈസല പിന്നെ താങ്കളുടെ ഒരു തീരുമാനവും ഹം നഹീ മാനേക ഞങ്ങൾ അംഗീകരിക്കില്ല. ഇത് ടെക്സ്റ്റിൽ കൊടുത്തത് രാജ എന്നാണ് കൊടുത്തിട്ടുള്ളത്. നേരെ കിസ്നെ കഹ എന്ന് പറഞ്ഞ രാജ പറഞ്ഞു എന്നാണ് ടെക്സ്റ്റിൽ കൊടുത്തത്. അത് ശരിയല്ല, അത് ശരിയാക്കണം. പിന്നെ അതിൻ്റെ നേരെ ഇസ്സെ ക്യാ സമച്ച, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ നിന്ന് താങ്കൾക്ക് എന്ത് മനസ്സിലായി. അപ്പം ഇതിൽ നിന്ന് ആദേശവും ക അന്താ അനുകരൺ, അതായത് ഉത്തരവിൻ്റെ അന്ധമായ അനുകരണം, ഉത്തരവിൻ്റെ അന്ധമായിട്ടുള്ള അനുകരണം. അടുത്തത് മഗർ രാജ ബന്നേ കെ ബാദ് തോ മഹാരാജ് ഏക് ബാർ ഭി ഹമാരെ ഘർ കെ സാമനെ സെ നഹീം ഗുജരെ.
മഗർ എന്നാൽ രാജ ബന്നേക്ക് ബാദ് രാജാവായതിനു ശേഷം മഹാരാജാവ് ഏക്ക് ബാർബി ഒരു പ്രാവശ്യം പോലും ഹമാരെ ഗർക്കെ സാമനെ ഞങ്ങളെ വീടിന്റെ മുന്നിലൂടെ നെയ്യും ഗുജറ പ്രവേശിച്ചിട്ടില്ല, കടന്നു പോയിട്ടില്ല. ഇത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് പറഞ്ഞത് കിസ്നെ കഹ എന്നതിന് നേരെ ജനത എന്നാണ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്, ജനത. പിന്നെ ഇസുസയ്ക്ക് സമച്ച എന്നതിൽ കൊടുത്തിട്ടുള്ളത് അധികാരിക്ക് പ്രതി വഫാദാരി, അധികാരിക്ക് പ്രതി ഉദ്യോഗസ്ഥനോടുള്ള വിശ്വസ്തത, വഫാദാരി എന്ന വിശ്വസ്തത, അതാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തത് ആജ്ഞാ ദീജിയെ മഹാരാജ്, ആജ്ഞാപിച്ചാലും മഹാരാജാവേ, മേരേലി ആപ്കി ഇച്ഛായി സബ് കുച്ച് ഹെ, എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ ആഗ്രഹമാണ് എൻ്റെ എല്ലാം. ഇത് പറഞ്ഞത് ആരാന്നാ പറഞ്ഞത്? ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് ന്യായാധീശാണ്, ടെക്സ്റ്റിൽ കൊടുത്തത് ന്യായാധീശ്. പിന്നെ ഇസുസെ ക്യാ സമച്ച എന്നതിൻ്റെ നേരെ കൊടുത്തിട്ടുള്ളത് ടെക്സ്റ്റിൽ ശാസൻകെ പ്രതി ജനതാക്കി ആലോചന, അതായത് ഭരണത്തിന് ജനങ്ങളോടുള്ള വിമർശനം, ഭരണത്തിനോട് ജനങ്ങൾക്കുള്ള വിമർശനം, അതായത് ഭരണാധികാരിയോട് ജനങ്ങൾക്കുള്ള വിമർശനം. ഓക്കെ, അപ്പൊ ഇതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ശരിയാക്കണം. ഇത് ടെക്സ്റ്റിൽ കൊടുത്തത് ഒന്നല്ലാത്തതൊക്കെ തെറ്റാണ്. ഒന്ന്, അതായത് ഇസ്സയ്ക്ക് സമച്ച എന്നതിൽ ഒന്ന് മാത്രം ശരിയാണ്, ബാക്കിയൊക്കെ തെറ്റാണ്. അപ്പൊ മാറ്റണം. അപ്പൊ നമുക്ക് ശരി ഉത്തരം നോക്കാം. ക്യാ കഹ എന്നതിന് നേരെ രാജാക്കി ഇച്ഛാക്കെ സാമ്നെ അമേസിർ ചുക്കാനാഹി പടേക, ഇത് ആരാ പറഞ്ഞത്? ന്യായാധീശാണ് പറഞ്ഞത്, അതാണ് ശരി. ന്യായാധീശ് എഴുതി കൊടുക്കുക. ഇസ്സയ്ക്കാ സമച്ച, ഇതിൽ നിന്ന് എന്താ മനസ്സിലായത് എന്നതിൻ്റെ നേരെ ആദേശവും അന്താനുകരണം, ഉത്തരവിൻ്റെ അന്തമായ അനുകരണം. ഇനി അടുത്തത് ലഡായിക്ക് ആനന്ദ് അവർ ഉല്ലാസെ തും ലോക മുജെ അലഗ് കർണ ചാത്തേ ഹോ, അത് രാജാവാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? യുദ്ധമേബി ആനന്ദ് കാ അനുഭവ് കർണേക്ക ശാസകമൻ, ഇതാണ് ശരി. ഇനി അടുത്തത് अगर आप न्यायाधीश का कर्तव्य पालन नहीं कर सकते तो फिर आपका कोई फैसला हम नहीं मानेगा, അതിൻ്റെ നേരെ ശരി ജനത എന്നാണ്, ജനങ്ങളാണത് പറഞ്ഞത്. എന്താ ഇതിൽ നിന്ന് മനസ്സിലായത് എന്നതിൻ്റെ നേരെ ഇസുസെ ക്യാ സമച്ച എന്നതിൻ്റെ നേരെ ന്യായ ദിലാനേമി അസമർത്ത് വ്യവസ്ഥക്കോ ചുനൗത്തി, നീതി ലഭ്യമാക്കാൻ കഴിവില്ലാതെ സംവിധായകന്റെ ചുനൗത്തി, വെല്ലുവിളി. അടുത്തത് മഗർ രാജ ബന്നേക്ക് ബാധുത്വ മഹാരാജ ഏക്ക് ബാറി അമാര ഗർക്കെ സാമനെ നെയ്യും ഗുജറ, രാജാവായതിനു ശേഷം മഹാരാജാവ് ഞങ്ങളെ വീടിന്റെ മുന്നിലൂടെ കടന്നു പോയിട്ടില്ല. അത് പറഞ്ഞത് ആരാ പറഞ്ഞത് എന്നതിന്റെ നേരെ ഹേമാണത് പറഞ്ഞിട്ടുള്ളത്, വിദ്രോഹിയായ ഹേം. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ശാസൻകെ പ്രതി ജനതാക്കിയ ആലോചന, ഭരണത്തിനോട് ജനങ്ങൾക്കുള്ള വിമർശനം. അടുത്തത് ആജ്ഞാ ദീജിയെ മഹാരാജ്, മേരേലി ആപ്കി ഇച്ഛായി സബ് കുച്ച്, ആജ്ഞാപിച്ചാലും മഹാരാജാവെ, എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ ആഗ്രഹം തന്നെയാണ് എൻ്റെ എല്ലാം എന്ന് ആരാ പറഞ്ഞത്? ഹിസ്നെ കഹ എന്നതിൻ്റെ നേരെ താഴെ സേനാപതി. പിന്നെ അടുത്തത് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കിയ സമച്ച എന്നതിൻ്റെ നേരെ അധികാരിക്ക് പ്രതി വഫാദാരി, അധികാരിയോട് അതായത് ഉദ്യോഗസ്ഥനോടുള്ള വിശ്വസ്തത, ഇതാണ് ശരി. ഓക്കെ, അപ്പം നമ്മളിത് കമ്പയർ ചെയ്തു, ശരിയാക്കി. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അപ്പം ടെക്സ്റ്റിലുള്ളതാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. രേഖാങ്കിത് പദബന്ധ് പർ ധ്യാൻ ദേ, പദബന്ധവും അർത്ഥ പഹചാനെ. രേഖാങ്കിത് പദബന്ധ് പർ എന്ന് പറഞ്ഞാൽ അടിവരയിട്ട ആ പദാവലി, അടിവരയിട്ട പദാവലിയെ ശ്രദ്ധിക്കുക, ധ്യാൻ ദേ ശ്രദ്ധിക്കുക. പദബന്ധവും അർത്ഥ പഹചാനെ, ഈ പദാവലിയുടെ അർത്ഥം നിങ്ങൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം. അപ്പൊ എന്താണ് കൊടുത്തത്? പദാവലി നോക്കാം, അതിന്റെ അടിവര ഇട്ട് ഏതാ നോക്കാം. ന്യായാധീശ് പറഞ്ഞതാണ് കൊടുത്തത്. രാജചാരൺ കി ചാപ്ലൂസി, രാജചാരന്മാരുടെ ചാപ്ലൂസി, പൊള്ളയായ പ്രശംസ. സുൻകർ കേട്ട്. ജനതാക്ക് ജനങ്ങളുടെ കാൻ ചൻചനാരഹേ, ചെവി എന്താണ് മടുത്തിരിക്കുന്നു, കേട്ട് നമ്മൾക്ക് എന്താണ് നമ്മളൊരു കാര്യം ഒരുപാട് പ്രാവശ്യം കേട്ട്
നമ്മൾക്ക് എന്താണ് ചെവിക്കൊരു പ്രശ്നം, അതായത് ചെവി മരവിക്കുക, അതാണ് കാൻ ചഞ്ചനാന എന്ന് പറഞ്ഞു. ചഞ്ചന രഹേന ചെവി മരവിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ഇവിടെ അടിവരയിട്ടത് ടെക്സ്റ്റിൽ കണ്ടല്ലോ, കാൻ ചഞ്ചന എന്നാണ് അടിവരയിട്ടത്. അപ്പം നമുക്ക് എന്താണ് ഈ പദബന്ധ് എന്ന് നമുക്ക് നോക്കാം. പദബന്ധ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കണം. അപ്പം നമുക്ക് അത് ഹിന്ദിയിലും പറയാം, മലയാളത്തിലും പറയാം. എന്താണ് പദബന്ധ്? ജബ് वाक्य में एक से अधिक पद परस्पर मिलकर या बंध कर एक इकाई बनाते हैं तो उसे उस संयुक्त इकाई को पदबंध कहा जाता है. അപ്പം എന്താണത്? ജബ് वाक्य में एक से अधिक पद परस्पर, അതായത് ഒരു വാക്യത്തിൽ ഒന്നിലധികം പദങ്ങൾ ഒരുമിച്ച് ചേർന്ന്, പരസ്പർ മിൽക്കർ ഒരുമിച്ച് ചേർന്ന്, അല്ലെങ്കിൽ ബന്ധുക്കർ ഏക്ക് ഇക്കായി ബനാത്താഹെ, അതായത് അത് ചേർന്നിട്ട് ഒരാശയം നൽകുന്നുണ്ടെങ്കിൽ എന്താണ്? ഉസ് സംയുക്ത ഇക്കായിക്കോ, അങ്ങനെയുള്ള ആ സംയുക്ത യൂണിറ്റിനെ പദബന്ധ് കഹാ ജാത്താഹെ, പദാവലി എന്ന് പറയുന്നു. ഇതാണ്. അപ്പം ഇതിനൊരു ഉദാഹരണമാണ് ചോട്ട ലടുക്ക ജാത്താഹെ, ചെറിയ ആൺകുട്ടി പോകുന്നു. അപ്പം പദബന്ധിന്റെ ഒരു ഇതാണ് ഇവിടെ. പദബന്ധയ്ക്ക് ഭേദ്, ഈ പദബന്ധത്തിന് ഭേദങ്ങളുണ്ട്. അത് എത്ര രീതിയിലാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അത് സംജ്ഞാ പദബന്ധ്, അതായത് സംജ്ഞ എന്ന് പറഞ്ഞാൽ നാമം, അതായത് നാമം എന്ന് പറഞ്ഞാൽ നൗണാണ്. ഇവിടെ ലടുക്ക എന്ന് പറയുന്നത് ഒരു നൗണാണല്ലോ, അപ്പം അതിൽ നിന്നുണ്ടായതാണ് ചോട്ട ലടുക്ക. വിശേഷൺ പദബന്ധ്, അപ്പം ഈ നാമത്തെ വിശേഷിപ്പിക്കുന്നതിനെയും നമ്മൾ പദബന്ധം എന്ന് പറയുന്നുണ്ട്. എന്താണ് പിന്നെ ക്രിയാ പദബന്ധ്, ക്രിയാവിശേഷൻ പദബന്ധ്. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ പദബന്ധ് എന്ന് പറയുന്നതിൻ്റെ ഭേദങ്ങളാണ് നമ്മളിപ്പോൾ 4 പറഞ്ഞത്. ഒന്ന് സംജ്ഞാ പദബന്ധ്, 2 വിശേഷൺ പദബന്ധ്, ക്രിയാപദബന്ധ്, ക്രിയാവിശേഷൻ പദ. ഓക്കെ. അപ്പം നമുക്ക് പാഠഭാഗ് സേ ചുനേ ഗയെ കുച്ച് പദബന്ധ് ഏവം അർത്ഥ്, പാഠഭാഗത്തിൽ നിന്നും ചുനേ ഗയെ തെരഞ്ഞെടുത്ത കുച്ച് പദബന്ധ്, കുറച്ച് പദബന്ധ് പദാവലിയും അർത്ഥവും നമുക്കിവിടെ പഠിക്കാം. എന്തൊക്കെയാന്ന് നോക്കാം. നമ്മൾ ടെക്സ്റ്റിലുള്ളതാണ് ഈ പദബന്ധ് എന്ന് പറയുന്ന സംഭവം. കാൻ ചഞ്ചനാന ചെവി മരവിക്കുക. അതിനുള്ള അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചൈൻ കോജാന. അടുത്തത് ബുർത്ത ബനാന, അതായത് ഒരുപാട് അടിക്കുക. ബുർത്ത ബനാന അത്യധികം മാറണ, ഒരുപാട് അടിക്കുക. ബത്തീസി തോടുതേന, ബത്തീസ് ദാന്തോംക്കോ തോടുതേന 32 പല്ലും കൊഴിച്ച് താഴെ ഇടുക. അടുത്തത് ബീഡ് മേ മിൽ ജാന, ജനതാക്കെ സാത്ത് രഹന. ബീഡ് മേ മിൽ ജാന എന്ന ജനങ്ങളോടൊപ്പം നിൽക്കുക. നമക്കുക ഗുണഗാന, കൃതജ്ഞത പ്രകടകരണ. കൃതജ്ഞത എന്ന് പറഞ്ഞാൽ നന്ദി പ്രകടിപ്പിക്കുക, അതായത് ഉണ്ട ചോറിന് നന്ദി കാണിക്കുക എന്നൊക്കെ പറയില്ല. അതന്നെ. മുകുട് ചീൻലേന, കിരീടം തട്ടിയെടുക്കുക. അധികാർ ചീൻലേന, അധികാരം തട്ടിയെടുക്കുക. ഓക്കെ. അപ്പം നമ്മൾ ഈ പദാവലി എന്താന്ന് പഠിച്ചു കഴിഞ്ഞ് ഇനി അടുത്തത്, ഇനി ടെക്സ്റ്റിൽ ഉള്ളതാണ് നമ്മൾ ചോദ്യം നോക്കാം. ഈ സംവാദ് പടേ അവർ ചുടേ പരസർഗ് പഹചാനെ. ഈ സംവാദം നിങ്ങൾ സംവാദ് എന്ന് പറഞ്ഞാൽ എന്താ? സംഭാഷണം പഠിക്കുക, വായിക്കുക. ചുടേ പരസർഗ് പഹചാനെ. എന്നിട്ട് ഇവിടെ ചേർത്തിട്ടുള്ള പരസർഗങ്ങൾ, ഇവിടെ കുറേ പരസർഗങ്ങൾ ഉണ്ടല്ലോ, അത് നമ്മൾ എടുക്കണം. അതിന് താഴെ കൊടുത്തത് എന്താ നോക്കാം. ന്യായാധീഷ്, രാജ, ഇവർ തമ്മിലുള്ള സംവാദമുണ്ട്. രണ്ടാളും തമ്മിലുള്ള സംഭാഷണം. ന്യായാധീശ് പറയാണ്, രാജചാരൺ കി ചാപ്ലൂസി സുൻകർ, രാജചാരന്മാരുടെ ചാപ്ലൂസി പൊള്ളയായ പ്രശംസ. സുൻകർ കേട്ട് ജനതാക്ക് കാൻ ചഞ്ചന രേ, ജനങ്ങളുടെ ചെവി മരവിച്ചിരിക്കുന്നു. അത് കേട്ട് രാജ, മുജേ പതാഹെ, എനിക്കറിയാം, നമുക്ക് ഗുണവ ഗായകാഹി, ഉണ്ട ചോറിന് നന്ദി കാണിക്കുമെന്ന്. അപ്പം ഇതിലുള്ള പരസർഗങ്ങളാണ് നമ്മൾ എടുത്തിട്ട് ഇവിടെ ചേർക്കേണ്ടത്. അപ്പം ഇവിടെ വേറെ ഒരു ക്വസ്റ്റ്യനും കൂടെ, ഒരു സംഭവം കൂടെ ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാ നോക്കാം. വിട്ട ഭാഗം പൂരിപ്പിക്കാട്ടോ. കോഷ്ടസ് ഉജിത് പരസർഗ് ചുൻകർ റിക്ത് സ്ഥാൻ വരെ. ഇവിടെ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട് കാക്കേക്ക്. അത് തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ കാക്കേക്ക് എന്ന ഈ പരസർഗങ്ങൾ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ റിക്ത് സ്ഥാൻ വരെ, വിട്ട ഭാഗം പൂരിപ്പിക്കുക. അപ്പം വിട്ടത് ഏതാണ് ടെക്സ്റ്റിലുള്ളത് നമുക്ക് നോക്കാം. നാടക് ഡേഷ് പാത്ര മഞ്ച് പർ ആത്തേ ഹെ. അടുത്തത് രാജ ഡേഷ് വേഷ്ഭൂഷ സുന്ദർദി. അടുത്തത് ബച്ചോം ഡേഷ് നാടക് ജോഷിലാത. അപ്പോൾ ഇവിടെ ചേർക്കേണ്ടത് എന്താ നോക്കാം. നാടക് കെ എന്നാണ് ചേർക്കേണ്ടത്.
പാതൃ പുല്ലിംഗ ബഹുവചനമാണ്, പുല്ലിംഗമാണ്, ഒന്നിൽ കൂടുതൽ കഥാപാത്രങ്ങൾ, അതുകൊണ്ട് നാടകയ്ക്ക് പാതൃ എന്ന് കൊടുത്തു. പിന്നെ വേഷഭൂഷ സ്ത്രീലിംഗം ആയതുകൊണ്ട് രാജാ കി എന്ന് കൊടുത്തു, ചേർക്കേണ്ടത് കി. അടുത്തത് ബച്ചോംക നാടക് എന്നാണ് കൊടുക്കേണ്ടത്, നാടക് എന്നത് പുല്ലിംഗം ആയതുകൊണ്ട് ബച്ചോംക എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ കെ ഫസ്റ്റ് ചേർത്തു, കി സെക്കൻഡ്, ക തേർഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ആക്ടിവിറ്റീസിൽ നോക്കാം. ടിപ്പണിയിലേക്ക് എന്നാണ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ടിപ്പണിയിലേക്ക് രാജാ और വിദ്രോഹി നാടക രാജാ ആപ്കോ കൈസേ ലഗാ. രാജാ और വിദ്രോഹി എന്നു പേരായ നാടകത്തിൽ രാജാവിനെ താങ്കൾക്ക് എന്താണ് തോന്നിയത്? രാജാക്കി ചരിത്രഗതി വിശേഷതാവും ക, രാജാവിന്റെ സ്വഭാവ വിശേഷതകൾ പരിചയത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ടിപ്പണിയിലേക്ക് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് കുറിപ്പ് തയ്യാറാക്കാം. ആദ്യം കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? ഇവിടെ ഒരു ഹെഡിങ് കൊടുത്തു, ലാപർവാഹി രാജ, അശ്രദ്ധനായ രാജാവ് എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പം നമുക്ക് നോക്കാം. രവീന്ദ്രനാഥ ടാഗോർ ദ്വാരാ ലിഖിത് രാജാ और വിദ്രോഹി നാമക് നാടക का മുഖ്യ പാത്ര ഹെ രാജ. രവീന്ദ്രനാഥ ടാഗോർ മുഖേന എഴുതിയിട്ടുള്ള രാജാ और വിദ്രോഹി എന്ന് പേരായ നാടകത്തിന്റെ മുഖ്യ കഥാപാത്രമാണ് രാജാവ്. രാജ അന്യായി അവർ കബി കബി മൂർക്ക് ജയ്സെ ലഗ്താഹെ. ഈ രാജാവ് എന്ന് പറയുന്നത് അന്യായം ചെയ്യുന്നൊരു വ്യക്തിയും കബി കബി മൂർക്ക് ജയ്സ ലഗ്താഹെ, ചിലപ്പോൾ ഇദ്ദേഹത്തെ ഒരു വിഡ്ഢിയായിട്ട് തോന്നുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഏക് രാജാക്ക ദായിത്വ, ഒരു രാജാവിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വേ ടീക്ക് തരസെ നിപാതനെ, അദ്ദേഹം ശരിയായ രീതിയിൽ നിർവഹിക്കുന്നില്ലായിരുന്നു. ഒരു രാജാവ് നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം ഈ രാജാവ് നിർവഹിച്ചിട്ടില്ല. നിബാന നിർവഹിക്കുക, ദായിത്യ ഉത്തരവാദിത്വം, ടീക്ക് തരവ് ശരിയായ രൂപത്തില്. ബിനാ കാരൺ കെ വേ യുദ്ധ കർണ ചാത്തേ, കാരണമില്ലാതെ അദ്ദേഹം യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ചൂട്ട ആരോപ് ലഗാക്കർ, കള്ളാരോപണം നടത്തിയിട്ട്, കുറ്റാരോപണം നടത്തിയിട്ട്, തെറ്റായ ആരോപണം നടത്തിയിട്ട്, ഹേമിനെ വേ അദ്ദേഹം ദുഷ്മൻ മാനത്തെ, ശത്രുവായിട്ട് അംഗീകരിച്ചു. യുദ്ധമേ ആനന്ദക്ക് അനുഭവ് കർണേവാലായി, യുദ്ധത്തിൽ ആനന്ദം അനുഭവിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ രാജാവ്. രാജാ യുദ്ധക്കോ മജേക്കി ബാത്ത് മാന്യവാല ബിഹി, രാജാവ് എന്ന് പറയുന്ന യുദ്ധത്തെ ആനന്ദത്തിന്റെ കാര്യമായിട്ടാണ് മാന്യവാല അംഗീകരിച്ചിട്ടുണ്ടായിരുന്നത്. വേ അപ്പനി അന്യായി ബാത്ത് പർ അടൽ രഹത്തെ, അദ്ദേഹം തന്റെ അന്യായമായിട്ടുള്ള സംസാരത്തിൽ അടൽ രഹത്തെ ഉറച്ചു നിൽക്കുന്നു. ജബി യുദ്ധമേ ജനതാക്ക് സാമനെ വേ ഹാർ ഗയെ, ജബി എപ്പോഴാണ് യുദ്ധത്തിൽ ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹം ഹാർ ഗയെ പരാജയപ്പെട്ടത്? സാരേ സൈനിക ഭാഗയെ, ആ സമയത്ത് മുഴുവൻ സൈനികരും ഭാഗയെ ഓടിപ്പോയി. തബ് ബി ന്യായാധീശ് രാജചാരൺ ദർബാരി കവി ആദി ക ആശ്രയ ലേനേക്കോ സോസ്തേ, അപ്പോഴും അദ്ദേഹം ന്യായാധീശ് ജഡ്ജിയുടെയും രാജചാരൺ രാജചാര നേതാക്കളുടെയും ചാരന്മാരുടെയും ദർബാരി കവി കൊട്ടാരം കവികളുടെ ആദിക മുതലായവയുടെ ആശ്രയ ലേനേക്കോ സോസ്തേഹ്, ആശ്രയം നേടാൻ വേണ്ടി ചിന്തിക്കുന്നു, ആശ്രയം എടുക്കാൻ വേണ്ടി ചിന്തിക്കുന്നു. അന്തമേ അവസാനം ന്യായാധീശ് കി ബാത്തോംസെ, ജഡ്ജിയുടെ കാര്യത്തിൽ വേ മാനത്തെ, കാര്യം കേട്ട് അദ്ദേഹം അംഗീകരിച്ചു. എന്തെന്നാൽ ജനതാനെ ഉനേം ബന്ദി ബനായായെ, ജനങ്ങൾ അദ്ദേഹത്തെ തടവിലാക്കിയിരിക്കുന്നു എന്ന്. വേ രാജമുകുട് ജനതാക്കോ സൗംബുക്കർ ചലേ ജാത്തെ, അദ്ദേഹം രാജകിരീടം ജനങ്ങൾക്ക് സൗംബുക്കർ ഏൽപ്പിച്ചിട്ട് ചലേ ജാത്താഹെ പോകുന്നു. ഇപ്രകാരം സർവത്ര ഏക് അന്യായി, ഏറ്റവും വലിയ ഒരു അന്യായം ചെയ്യുന്നൊരു വ്യക്തിയും മൂർക്ക് വിഡ്ഢിയായിട്ടും ലാപർവാഹി അശ്രദ്ധനായിട്ടും പ്രജാഹിത് കോ ന സമജ്നെ വാല, പ്രജകളുടെ നന്മ ആഗ്രഹിക്കാത്തതുമായിട്ടുള്ള ഒരു രാജാവിനെ ഹമേന്തേക്ക് സത്തേ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. ഓക്കെ, അപ്പം നമ്മൾ ടിപ്പണിയും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ ആക്ടിവിറ്റീസ് പഠിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാനുണ്ട്. പിന്നെ ചെറിയ 1 വേർഡ് ക്വസ്റ്റ്യനും കുറച്ച് പഠിക്കാനുണ്ട്. അതൊക്കെ ഓരോരോ വീഡിയോ ആയിട്ട് നമുക്ക് ഇടാം. പിന്നെ ഇവിടെ ഒരു പടക്കഥ തയ്യാറാക്കാനുണ്ട്. അതും കൂടെ നമുക്ക് ഒരു വീഡിയോയിൽ നമുക്ക് പറയണം. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.